ആലുവ എടയപ്പുറത്ത് ഉറങ്ങിക്കിടന്ന 8 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പെൺകുട്ടിയുടെ വിസ്താരം ഇന്നും തുടരും. കേസിൽ തിങ്കളാഴ്ചയാണ് പെരുമ്പാവൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയിൽ വിചാരണ ആരംഭിച്ചത്. തിങ്കളാഴ്ച പെൺകുട്ടിയുടെ അമ്മയുടെ വിസ്താരം പൂർത്തിയായിരുന്നു. തിരുവനന്തപുരം സ്വദേശി ക്രിസ്ത്യൻ രാജാണ് കേസിലെ പ്രതി. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 7-നായിരുന്നു സംഭവം. വീടിനുള്ളിൽ ഉറങ്ങിക്കിടന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മകളെ പ്രതി അർദ്ധരാത്രി തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. 74 ദിവസത്തിനകം പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. കേസിൽ പ്രധാന തെളിവുകൾ പലതും കണ്ടെടുക്കുകയും ചെയ്തു. ക്രിസ്ത്യൻ രാജ് ഉൾപ്പെട്ട മറ്റൊരു ലൈംഗിക പീഡന കേസിലും വിചാരണ ആരംഭിച്ചിട്ടുണ്ട്. പെരുമ്പാവൂരിലെ വീട്ടിൽ ഉറങ്ങിക്കിടന്ന പെൺകുട്ടിയെയായിരുന്നു പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. ക്രിസ്ത്യൻ രാജിന്റെ 2 സുഹൃത്തുക്കളും അറസ്റ്റിലായിരുന്നു. ക്രിസ്ത്യൻ രാജ് മോഷ്ടിക്കുന്ന മൊബൈലുകൾ വിൽക്കാൻ സഹായിച്ചത് ഇവരാണ്. പശ്ചിമ ബംഗാൾ സ്വദേശികളായ മുസ്തഖിൻ മല്ല, ലാൽ മുഹമ്മദ് മണ്ഡൽ എന്നിവരായിരുന്നു അറസ്റ്റിലായിരുന്നത്. ക്രിസ്ത്യൻ കൊടും കുറ്റവാളിയാണെന്നും 2017-ൽ മാനസിക വെല്ലുവിളി നേരിടുന്ന വയോധികയെ പീഡിപ്പിച്ച കേസിലും ഒട്ടേറെ മോഷണ കേസുകളിലും ഇയാൾ പ്രതിയാണെന്നും പോലീസ് റിപ്പോർട്ടിലുണ്ടായിരുന്നു. മൊബൈൽ ഫോൺ മോഷ്ടിക്കുന്നതാണ് രീതി. 18 വയസ്സ് മുതൽ തന്നെ മോഷണത്തിനിറങ്ങിയിരുന്നു. പ്രതിയെ കസ്റ്റഡിയിൽ വിശദമായി ചോദ്യം ചെയ്തും കൃത്യം നടന്ന സ്ഥലത്തെത്തിച്ചും തെളിവുകൾ ശേഖരിക്കുകയായിരുന്നു. ജനം, കൊച്ചി.